സിനിമാ താരത്തിന്റെ ലൈംഗികാരോപണത്തിന് പിന്നാലെ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം അഡ്വക്കേറ്റ് വി.എസ്. ചന്ദ്രശേഖരൻ രാജിവെച്ചു. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് രാജിയെന്ന ചന്ദ്രശേഖരൻ രാജിക്കത്ത് കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരന് കൈമാറി. വിവരങ്ങൾ നിതിൻ പ്രഭാകർ നൽകും. നിതിൻ, തുടരെയുള്ള രാജികൾ, സിനിമാ താരത്തിന്റെ ലൈംഗികാരോപണത്തിന് പിന്നാലെ ഇപ്പോൾ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം അഡ്വക്കേറ്റ് വി.എസ്. ചന്ദ്രശേഖരൻ രാജിവെച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഒരു സിനിമാ താരം ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ 7 പേർക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. ലൈംഗിക ആരോപണം അടക്കം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ ഈ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി.എസ്. ചന്ദ്രശേഖരൻ സ്ഥാനമൊഴിയണമെന്ന് ഹൈക്കോടതിയിലെ കോൺഗ്രസ് അനുകൂല സംഘടനയായ ലോയേഴ്സ് കോൺഗ്രസിലെ വനിതാ അംഗങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിരുന്നു. 15 അംഗങ്ങൾ ഒപ്പിട്ട കത്ത് കെ.പി.സി.സിക്ക് കൈമാറുകയും ചെയ്തു. ഈ കത്ത് കൈമാറിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും കെ.പി.സി.സി നിയമസഹായ വിഭാഗത്തിന്റെ ചെയർമാനുമായ അഡ്വക്കേറ്റ് വി.എസ്. ചന്ദ്രശേഖരൻ രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹം രാജിക്കത്ത് കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരന് കൈമാറിയിരിക്കുന്നു. കെ. സുധാകരന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാളാണ് അഡ്വക്കേറ്റ് വി.എസ്. ചന്ദ്രശേഖരൻ. അദ്ദേഹം രാജിക്കത്ത് കൈമാറിയതിന് പിന്നാലെ അദ്ദേഹം രാജിക്കത്ത് കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരന് കൈമാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ രാജി കെ.പി.സി.സി അംഗീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഡ്വക്കേറ്റ് വി.എസ്. ചന്ദ്രശേഖരനെതിരെ നേരത്തെ സിനിമാ നടി മിനു മുനീർ ഗുരുതരമായ ആരോപണമായി രംഗത്ത് വന്നിരുന്നു. ഈ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ഥാനം രാജിവെക്കണം, ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്ന് ലോയേഴ്സ് കോൺഗ്രസിലെ വനിതാ അംഗങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വി.എസ്. ചന്ദ്രശേഖരൻ രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ അല്പസമയം മുമ്പ് അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് തന്നോട് പാർട്ടി ആവശ്യപ്പെട്ടിട്ടല്ല താൻ രാജിവെക്കുന്നതെന്നും ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് താൻ രാജിവെക്കുന്നതെന്നുമാണ് വി.എസ്. ചന്ദ്രശേഖരൻ വ്യക്തമാക്കിയത്. എന്തായാലും അദ്ദേഹം രാജിക്കത്ത് ഇപ്പോൾ കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരന് കൈമാറിയിരിക്കുകയാണ് ഹരിത. നിതിൻ, അതേസമയം തന്നെ ഇന്ന് കൊച്ചിയിൽ നടിയുടെ മൊഴിയെടുക്കൽ പൂർത്തിയായിട്ടുണ്ട്. രാവിലെയാണ് മൊഴിയെടുക്കൽ ആരംഭിച്ചത്. ഏകദേശം 10 മണിക്കൂറോളം ഈ ഒരു മൊഴിയെടുക്കൽ നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. ഈ പരാതിയിൽ തന്നെ 7 കേസുകൾ രജിസ്റ്റർ ചെയ്യുമെന്നുള്ള വിവരങ്ങളടക്കം വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ പ്രമുഖരായ നടന്മാർ അടക്കം മുകേഷ്, ജയസൂര്യ, മണിയൻ പിള്ള രാജു, ഇടവേള ബാബു, അതേസമയം വി.എസ്. ചന്ദ്രശേഖരൻ അടക്കമുള്ളവർക്കെതിരെയാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു രാജി എന്ന് മനസ്സിലാക്കേണ്ടതുണ്ടോ? തീർച്ചയായും ഹരിത പറഞ്ഞതുപോലെ തന്നെ കൊച്ചിയിൽ നടിയുടെ അതായത് സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണമുന്നയിച്ച നടിയുടെ മൊഴിയെടുപ്പ് പ്രത്യേക അന്വേഷണ സംഘം പൂർത്തിയാക്കി. ഈ നടി ആരോപണമുന്നയിച്ചത് കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള ഇടതുപക്ഷത്തിന്റെ എം.എൽ.എ എം മുകേഷ്, ഇടവേള ബാബു, മണിയൻ പിള്ള രാജു, ജയസൂര്യ, ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി.എസ്. ചന്ദ്രശേഖരൻ, 2 പ്രൊഡക്ഷൻ കൺട്രോളർമാർ എന്നിവർക്കെതിരെയായിരുന്നു ഈ യുവനടി ആരോപണം ഉന്നയിച്ചത്. ഇവരുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ആലുവ ചൊവ്വരയിലെ ഇവരുടെ വീട്ടിലെത്തി മൊഴിയെടുപ്പ് നടത്തിയത്. 10 മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പ് പൂർത്തീകരിച്ചിരിക്കുന്നു. ഈ മൊഴി പരിശോധിച്ച തുടർ നടപടികൾ സ്വീകരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 7 കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ 6 കേസുകൾ എറണാകുളത്തും 1 കേസ് തിരുവനന്തപുരത്തുമാണ് രജിസ്റ്റർ ചെയ്യുക. നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് നടൻ ജയസൂര്യക്കെതിരായ കേസാണ് തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്യുക എന്നാണ് അറിയാൻ സാധിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം ഇവരുടെ മൊഴി വിശദമായി പരിശോധിക്കും. അതിനുശേഷമാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ആവശ്യമാണെങ്കിൽ അതിലേക്ക് കടക്കുക. എന്തായാലും ഈ നടിയുടെ മൊഴിയുടെ പശ്ചാത്തലത്തിലും ഇവരുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലുമാണ് ഇപ്പോൾ ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി.എസ്. ചന്ദ്രശേഖരൻ തന്റെ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത് ഹരിത. നിതിൻ, അതേസമയം തന്നെ ചന്ദ്രശേഖരൻ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് രാജി എന്നൊരു പരാമർശം ഉന്നയിച്ചിട്ടുണ്ട്. ധാർമ്മികത ഉയർത്തിപ്പിടിക്കാനാണെങ്കിൽ എന്തിനാണ് ഒരു രാജി എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നില്ലേ? തീർച്ചയായും അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനുമായി അല്പസമയം മുമ്പ് ഞാൻ നേരിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് പാർട്ടി ആവശ്യപ്പെട്ട പ്രകാരമല്ല താൻ രാജിവെക്കുന്നത്, തന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നതെന്നാണ്. തനിക്കെതിരെ ഇത്തരം ഒരു ആരോപണം ഒരു നടി ഉന്നയിച്ച സാഹചര്യത്തിൽ താൻ ഈ സ്ഥാനത്ത് രാജിവെക്കുന്നു. അഗ്നിശക്തി തെളിയിച്ച ശേഷം താൻ ഈ സ്ഥാനത്തേക്ക്
തിരിച്ചു വരുമെന്നാണ് ചന്ദ്രശേഖരൻ അല്പസമയം മുമ്പ് നമ്മളോട് തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും കെ പി സി സിയിലടക്കം കോൺഗ്രസിന്റെ ലോയേഴ്സ് പോഷക സംഘടനയായ ലോയേഴ്സ് കോൺഗ്രസിലടക്കം ഈ ചന്ദ്രശേഖരനെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ ഗത്യന്തരമില്ലാതെ അദ്ദേഹം രാജിവെച്ചു എന്നാണ് നമുക്ക് ലോയേഴ്സ് കോൺഗ്രസിലെ ചില വനിതാ അംഗങ്ങളുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ രാജിക്കത്ത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇപ്പോൾ കൈമാറിയിരിക്കുന്നു. ഈ രാജി അംഗീകരിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹരിത. ശരി നിധിൻ.